അപ്പോൾ നമുക്ക് കൂടെ ചക്കപ്പഴം കൊണ്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം. വായോ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചക്കയുടെ വെച്ച് വീഡിയോസ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ചെയ്തിട്ടുള്ളതെല്ലാം വരിക്ക ചക്കയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കൂഴയാണ് കേട്ടോ. അപ്പോൾ കൂഴ ചക്ക വെച്ച് നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളി മധുരമുള്ള ഒരു കൂഴപ്പിലാവിൽ നിന്നിട്ട് ചക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വലിച്ച് പൊട്ടിക്കാനൊന്നും അധികം താമസമൊന്നും വേണ്ട, കത്തിയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വലിച്ച് പൊളിച്ചെടുക്കാം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, മെയിനായിട്ടുള്ളത് നല്ല അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ നല്ല അടാറ് മഴയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മുറ്റത്ത് ഒരു സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി മഴയാണ്. ഞാൻ ഇടയ്ക്ക് മഴയോടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി മഴ. അപ്പോൾ എന്തായാലും ഈ ഒരു എന്താ പറയുക, ഈ ചക്കപ്പഴം വെച്ച്, അതായത് കോഴി ചക്കപ്പഴം വെച്ച് നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കണം. പിന്നെ നല്ലൊരു കട്ടൻ കൂടെ കുടിച്ച് ഈ മഴയത്തിരിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പലതവണ നമ്മൾ വരിക്ക ചക്കയുടെയൊക്കെ പല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിലും കൂഴി ചക്കയുടെ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അല്ല, ഞങ്ങളുടെ വീടിക്ക് വേണ്ടിയിട്ട് ഞാനിത് ആദ്യമാണ്. അല്ല, ഞങ്ങളുടെ വീടുകളിൽ ഇവിടെയുള്ള ഏകദേശമുള്ള വീടുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഈ കോഴിച്ചക്ക പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് എന്തെങ്കിലും ഈ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വിളഞ്ഞ ചക്ക വെച്ച് അറിയാമല്ലോ, നമ്മളെല്ലാ വീടുകളിലും സാധാരണ വീടുകളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ അവിച്ചെടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടി കേട്ടോ. പിന്നെ പണ്ടത്തെ ഒരു രീതിയൊക്കെ മാറിപ്പോയി. ഇന്നത്തെ തലമുറകൾക്ക് അധികവും ഇങ്ങനത്തെ ഈ ചക്കയൊന്നും അവർക്ക് വേണ്ട കേട്ടോ. ഈ കോഴി ചക്കപ്പഴവും അതുപോലെ വേവിച്ചാലും അത് നമ്മൾ വേവിച്ചാലും ചക്കയൊന്നും അവരങ്ങനെ കഴിക്കത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു തലമുറയായിപ്പോയി. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. എൻ്റെ ഒരു ചെറുപ്രായത്തിലൊക്കെ നമ്മൾ ഒരുപാട് ഞാൻ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, അന്നത്തെ കാലത്ത് ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന എല്ലാവരും ഒരുപാട് ഇതുപോലെ ഈ കോഴിച്ചക്ക വേവിച്ചും അതുപോലെ ഇതുപോലെ ചക്കപ്പഴമൊക്കെ കഴിച്ചാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങളെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ അതായത് ചെറിയ സൈഡിലൊരു കുഞ്ഞ് കേടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കുഴപ്പമില്ല. എങ്കിലും നമ്മളിത് നല്ലത് മാത്രം ജസ്റ്റ് ഒന്ന് തിരഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലത് മാത്രം എടുത്ത് ഇതിൽ നിന്നിൻ്റെ സീഡൊന്ന് മാറ്റി, അതായത് നമ്മൾ ഈ ചക്കക്കുരു ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. എനിക്കോട് ഏകദേശം നമ്മുടെ ആ ഒരു കൊറോണ സമയത്ത് കാണുന്നതാണ് കേട്ടോ. ഭയങ്കര വൈറലായിരുന്നു നമ്മുടെ ഈ ചക്കക്കുരു കൊണ്ട് നല്ല വേവിച്ചിട്ട് അതിനെ മിൽക്ക് ഷേക്ക് ആക്കി കുടിക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ. അതായത് ചക്കക്കുരു മിൽക്ക് ഷേക്ക്. അപ്പോൾ നമ്മളത് ഇതിനെ വലിച്ച് പൊട്ടിച്ചു. അങ്ങനെ അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗം എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇതിൽ നിന്ന് നല്ലത് മാത്രം കേട്ടോ. നമുക്ക് കുറച്ച് മതി കേട്ടോ, കുറച്ച് ആവശ്യത്തിന് മാത്രം എടുക്കുക. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങ് കഴിച്ച് തീർക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് എടുക്കുക, അതിൻ്റെ സീഡ് മാറ്റി പ്രത്യേകം വയ്ക്കുക. പിന്നെ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഐറ്റംസിൻ്റെ സകല ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കറക്റ്റായി കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. എങ്കിലും വളരെ അടിപൊളിയായിട്ട് തന്നെ നമ്മളിന്ന് നല്ല രുചികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ശബ്ദമുണ്ടോ, ഒരു രക്ഷയില്ലാത്ത ശബ്ദമാണേ. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ളത് നമ്മളെ കോഴി ചക്കപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീഡ് മാറ്റി ഒന്ന് നമുക്ക് വയ്ക്കാം. അതിനുശേഷം ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ടോ. ഉരുളിയിൽ നമ്മളത് ശർക്കര നേരത്തെ ഞാനിത് അലിയിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അരിച്ച് ഇത് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ അലിയിച്ചെടുത്തില്ലെങ്കിൽ അതിൽ ഒരുപാട് വേസ്റ്റ് കാണും കേട്ടോ. അപ്പോൾ കല്ലോ മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാണും. അതുകൊണ്ട് നല്ലതുപോലെ ഇത് അരിച്ച് സെറ്റാക്കി ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് മൈദ മാവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ വീഡിയോ അധികം ഓവറായിട്ടുള്ള ലെങ്തി വേണ്ടാത്തതുകൊണ്ടാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ വെച്ചിങ്ങനെ തേങ്ങ ഉടൻ സെറ്റാക്കി കൊടുക്കാമേ. അപ്പോൾ നല്ല പഴുത്ത തേങ്ങ ഞാൻ ഏകദേശം അരമുറിയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് തേങ്ങ കൂട്ടിയിടുകയും അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എത്രത്തോളം നമ്മളിങ്ങനെ തേങ്ങയൊക്കെ കൂട്ടിയിടുമോ അത്രത്തോളം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പ്രത്യേകം അത് മറക്കണ്ടേ. പിന്നെ അതുപോലെ തന്നെ ശർക്കരയും മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഏലക്ക പൊടിയുണ്ട് കേട്ടോ. ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഏലക്കയുടെയൊക്കെ ആ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മളെ മെയിനായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന് മുൻപും
ഞാൻ പല രീതിയിൽ നമ്മൾ മറ്റേ വരിക്കച്ചക്ക വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗോതമ്പ് മാവും അരിമാവും ഇങ്ങനെയൊക്കെയുള്ള പല മാവുകളിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ചക്കപ്പഴം കേട്ടോ. അപ്പോൾ സീഡെല്ലാം മാറ്റിയിട്ട് നമ്മളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചു വേണമെങ്കിൽ ഇടാം, പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മൾ കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്ത് തന്നെ നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി കിട്ടുമേ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാമേ. അതിന് ശേഷം ഈ തോടില്ലാത്ത കപ്പലണ്ടി കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പലണ്ടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ കേട്ടോ, കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ടേ. അങ്ങനത്തെ നമ്മുടെ ഐറ്റം നല്ലതുപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചേ. ഇനി നമുക്കിതിനെ വയണയിലയിലാക്കി കേട്ടോ. ഞാനാണ് വയണയില എടുത്തിട്ടുള്ളത്. അപ്പോൾ കയ്യിൽ തേച്ചിട്ട് വെള്ളം ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ മാവെടുക്കുന്നു. പിന്നെ നമ്മളിത് വയണയില എടുക്കുന്നു. വയണയിലയിൽ വെച്ച് നമ്മളിത് അങ്ങ് മടക്കി സെറ്റാക്കി എടുക്കുന്നു കേട്ടോ. ഇത്രയും കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇല അങ്ങനെ നിവർന്ന് വരാതിരിക്കാനായിട്ട് നമുക്ക് ഈർക്കിലുണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് ചെറുതായിട്ട് രണ്ട് സൈഡിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ അമർത്തി കഴിഞ്ഞാൽ ഐറ്റം ഇത് റെഡിയായിട്ട് കറക്റ്റായിട്ടങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ഇഡ്ഡലി പാത്രം എടുക്കുന്നുണ്ട്. നമ്മൾ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു ഇഡ്ഡലി പാത്രം എടുത്തു. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് സെറ്റാക്കി ഞാൻ ഇത് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അതിനുശേഷം നമ്മളൊരു തട്ട് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം ഇതുപോലെ തട്ടിലാട്ടിത് ഇങ്ങനെ അങ്ങ് പടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തത് ഇങ്ങനെ പെട്ടെന്ന് അടിച്ച് ഇതങ്ങ് നിറയ്ക്കുക. പിന്നെ ഇത് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും കേട്ടോ. അതായത് വിറകടുപ്പിലാണ് ഒന്നാമത് വയ്ക്കുന്നത്. രണ്ടാമത് നല്ലതുപോലെ നമുക്കിത് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് എല്ലാം പറക്കി ഇതിനകത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം അടച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ഐറ്റം വെന്തു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിരുന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്കിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പോൾ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ ബൈ.